അൽ ഈമാനു യമാനിൻ വൽ ഹിക്മതു യമാനിയ. യമനിൽ നിന്ന് പഠിക്കണം. ഈമാനും ഹിക്മത്തും ലോകത്തിന് പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ ലോകത്ത് സഞ്ചരിക്കുന്ന നാടാണ് യമൻ. കേരളക്കരയിലേക്കും കിഴക്കൻ രാജ്യങ്ങളിലേക്കുമെല്ലാം ദീനി പ്രബോധനവുമായി വന്ന യമനി പണ്ഡിതന്മാരുടെ ചരിത്രം നമുക്കറിയാം. അതുപോലെ തന്നെ ലോകത്ത് ഇൽമിൻ്റെ വലിയ വിജ്ഞാനം, വൈജ്ഞാനിക സേവനം നൽകിയിട്ടുള്ള, സംഭാവന നൽകിയിട്ടുള്ള പ്രദേശമാണ് ഷാം. ഇന്നത്തെ സിറിയയും ജോർദാനും ഇറാഖിൻ്റെയും ചില ഭാഗങ്ങൾ ചേർന്ന ഷാം എന്ന് പറയുന്ന പ്രദേശം. ഷാമിൻ്റെ ക്യാപിറ്റൽ ദിമിഷ്കാണ്. ഇമാം മുഹയ്യിദ്ദീൻ നവവി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് വലിയ അഖ്താബുകളും പണ്ഡിതന്മാരും ലോകത്ത് വൈജ്ഞാനിക സേവനം ചെയ്ത നാടാണ് സിറിയ, ഷാം. അബൂദർദ റളിയല്ലാഹു അൻഹു സ്വഹാബികളിൽ നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് വൈജ്ഞാനിക പ്രബോധനത്തിന് വേണ്ടി, ഇസ്ലാമിക മതകാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ നാട്ടിലേക്ക് ആളെ വേണം എന്ന് പറഞ്ഞ് ഷാമിൽ നിന്ന് ആള് വരുന്നത്. സ്വഹാബികളിൽ ഏറ്റവും പ്രമുഖരായ 5 പേരെ വിളിച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളിൽ 3 പേർ ഷാമിലേക്ക് പോകണം. അബൂദർദ റളിയല്ലാഹു അൻഹു, ഉബാദത്ത് ഇബ്നു സ്വാമിത് റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, 3 പേരാണ് ആ യാത്രയിൽ പോകുന്നത്. അബൂ അയ്യൂബ് അൻസ്വാരി റളിയല്ലാഹു അൻഹുവിനോടും ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോടും, അവർ 2 പേർക്കും വാർദ്ധക്യവും രോഗവും കാരണം അവരെ മാറ്റിവെച്ചുകൊണ്ട് 3 പേർ പോകാൻ തയ്യാറാവുകയായിരുന്നു. അബൂദർദ റളിയല്ലാഹു അൻഹു കേന്ദ്രമാക്കിയ സ്ഥലമാണ് ഷാം, ദിമിഷ്കിൽ ഇന്നും പണ്ഡിതന്മാരുടെ വലിയ പ്രഭവ കേന്ദ്രമാണ്. പണ്ഡിതന്മാരെ പടച്ചുവിടുന്ന ധാരാളം ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, ധാരാളം സ്ഥാപനങ്ങൾ അവിടെ കാണാം. സമീപകാലത്ത് മർക്കസ് സന്ദർശിച്ചിരുന്ന റജബ് ദീപ്, കഴിഞ്ഞ റമദാനിൽ ദിവംഗതനായ ആ മഹാപണ്ഡിതൻ, ഷെയ്ഖ് റജബ് ദീപിൻ്റെ ഗുരുവായിരുന്ന നിരവധി, അതുപോലെയുള്ള വലിയ മഹാപണ്ഡിതന്മാരായ നിരവധി പണ്ഡിതന്മാരുടെ ഗുരുവായ ഷെയ്ഖ് അഹ്മദ് കിഫ്താറോ റളിയല്ലാഹു അൻഹു അവർ സ്ഥാപിച്ചിട്ടുള്ള മുജമ്മഅ് അബുന്നൂർ എന്ന് പറഞ്ഞ സ്ഥാപനം, അദ്ദേഹത്തിൻ്റെ കാലശേഷം ഇന്ന് മുജമ്മഅ് ഷെയ്ഖ് അഹ്മദ് കിഫ്താറോ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥാപനം ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും സെൻട്രൽ ഏഷ്യയിലും ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് ചെന്നാലും അവിടുത്തെ മതകാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വലിയ പണ്ഡിതന്മാരെയൊക്കെ എടുത്ത് പരിശോധിച്ചാൽ മിക്കവാറും ഷെയ്ഖ് അഹ്മദ് കിഫ്താറോയുടെ ശിഷ്യന്മാരായിരിക്കും. അല്ലെങ്കിൽ അബ്ദുള്ള സിറാജുദ്ദീൻ എന്ന് പറഞ്ഞ ഹലബ് കേന്ദ്രീകരിച്ചുള്ള വലിയ പണ്ഡിതൻ്റെ ശിഷ്യന്മാരാണ് ഇന്ന് അറബ് ലോകത്ത് മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന വലിയ പണ്ഡിതന്മാർ. അക്കൂട്ടത്തിൽ വലിയ പണ്ഡിതനായിരുന്നു സമീപകാലത്ത് ബോംബാക്രമണത്തിൽ നിരവധി ശിഷ്യന്മാരോടുകൂടി ഷഹീദായ ഷെയ്ഖ് മുഹമ്മദ് സഈദ് റമളാൻ അൽ ബൂത്തി, അള്ളാഹുവരുടെ എല്ലാം ദറജകൾ ഏറ്റുകൊടുക്കുമാറാവട്ടെ. മുഹമ്മദ് സഈദ് റമളാൻ അൽ ബൂത്തിയുടെ ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും ഇന്നും മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്ന, പണ്ഡിത ലോകത്ത് വലിയ ചർച്ചകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഓരോ രചനകളും പുറത്തു വരുമ്പോൾ അതിനെ വായിക്കാൻ, അതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ, അത് നിരവധി തവണ പരാവർത്തനം ചെയ്യാൻ ലോകത്തെ മുസ്ലിം പണ്ഡിത ലോകം അത്യാവേശപൂർവ്വം കാത്തിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായ നിലപാടുകൾ, മതകാര്യങ്ങളിൽ കൃത്യമായ നിർവചനങ്ങൾ പറഞ്ഞുകൊണ്ട് ഫിഖ്ഹിൻ്റെ, കർമ്മശാസ്ത്രത്തിൻ്റെയും ഉസൂലുദ്ദീനിൻ്റെയും കൃത്യമായ വശങ്ങളെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതായിരുന്നു.
അറബ് വസന്തം എന്ന പേരിൽ ടുണീഷ്യയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ആധുനിക ഇസ്ലാമിസ്റ്റുകളുടെ കലാപങ്ങൾ ടുണീഷ്യയും ഈജിപ്തും സിറിയയും അതേപ്രകാരം പല രാജ്യങ്ങളിലും അതിൻ്റെ അലയൊലികൾ ഉണ്ടാവുകയും ചില രാജ്യങ്ങളിലെ സുസ്ഥിരമായ ഭരണങ്ങൾ തകരുകയും എന്നാൽ പരിഹാരമായി ജനങ്ങളുടെ പ്രശ്നത്തിൻ്റെ പരിഹാരമായാണ് ഞങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞു വന്ന പാരലൽ മൂവ്മെൻറ്റുകൾ അവർ ആർക്ക് നേതൃത്വം കൊടുക്കണമെന്ന വിഷയത്തിൽ തർക്കിച്ചുകൊണ്ട് അരാജകത്വം സൃഷ്ടിക്കപ്പെടുകയും ചെയ്ത അവസ്ഥ ലോകത്ത് നാം കണ്ടിട്ടുണ്ട്. ഈജിപ്തിൻ്റെ ഭരണാധികാരിയായിരുന്ന ഹുസ്നി മുബാറക് അദ്ദേഹം ഇന്ന് വീട്ടുതടങ്കലിലാണ്. ഹുസ്നി മുബാറക്കിന് ശേഷം തികച്ചും അരാജകത്വമായിരുന്നു ഈജിപ്തിലുണ്ടായിരുന്നത്. ആ ഭരണാധികാരികളുടെ ഇസ്ലാമികതയോ അവരുടെ ജനസേവന തൽപരതയോ ഒന്നുമല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഒരു പണ്ഡിതന്റെ ബുദ്ധിയുടെ നിലപാടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സുസ്ഥിരമായൊരു ഭരണം നിലനിൽക്കെ ഭരണാധികാരികൾ രാഷ്ട്രീയക്കാർ എക്കാലത്തും പണ്ഡിതന്മാർക്കെതിരെയും മതത്തിനെതിരെയും നിലകൊണ്ടിട്ടുണ്ട്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. രാഷ്ട്രീയക്കാരുടെ കൃത്യങ്ങൾക്ക് വിധേയരാകാത്ത വലിയ പണ്ഡിതന്മാരെ ഒന്നും തന്നെ നമുക്ക് ലോകത്ത് കാണാൻ സാധിക്കുകയില്ല, വളരെ ദുർലഭമായിരിക്കും. എന്നാൽ ഒരു ഭരണകൂടം നിലനിൽക്കെ അതിനെതിരെയുള്ള വിപ്ലവങ്ങൾ നയിക്കുന്നതിലൂടെ നാട്ടിൽ വരുന്നത് അരാജകത്വമാണ്. അതൊരിക്കലും സമൂഹത്തിന് ഗുണം ചെയ്യുകയില്ല. ഭരണമല്ല മുഖ്യം, മറിച്ച് ദീൻ നിലനിർത്താൻ പറ്റുന്ന മസ്ജിദുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന, നിസ്കരിക്കാൻ അവസരം കൊടുക്കുന്ന, വാങ്ക് വിളിക്കാൻ സ്വാതന്ത്ര്യം നൽകുന്ന, ഇസ്ലാമനുസരിച്ച് ജീവിക്കാനും പഠിക്കാനുമുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് ഭരണകാര്യങ്ങളിൽ കൈയിട്ടു വാരുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല, അതിനുവേണ്ടി സമയം ചെലവഴിക്കേണ്ടതില്ല എന്ന ഒരു കാര്യമാണ് അവർ ലോകത്തിന് പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെയും വൈകുന്നേരവും കൃത്യമായി ദർസുകൾ നടത്തിക്കൊണ്ടിരിക്കുകയും അവരുടെ ദർസുകൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന, ബാക്കി സമയങ്ങളിൽ രചനയിൽ ഏർപ്പെട്ടുകൊണ്ട് ലോകത്തിന് വലിയ സംഭാവനകൾ അർപ്പിച്ച മുഹമ്മദ് സഈദ് റമദാൻ ബൂത്തിയെ മസ്ജിദിലിരിക്കെയാണ് ബോംബ് വെച്ചുകൊണ്ട് ഇസ്ലാമിക വിരോധികൾ കൊല ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. സിറിയയിൽ ഒരു ഭരണകൂടമുണ്ട്. ബഷാറുൽ അസദ് എന്ന് പറയുന്ന ക്രൂരനായൊരു ഭരണാധികാരി തന്നെയാണ് അവിടെ ഭരിക്കുന്നത്. ബഷാറിൻ്റെ ഭരണകൂടത്തെയും ബഷാറിൻ്റെ ഭരണത്തിൻ്റെ ക്രൂരതകളെയും ഒരിക്കലും നമുക്ക് മറക്കുക സാധ്യമല്ല. അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്ന ഹാഫിസ് അസദിൻ്റെ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. ഹാഫിസിൻ്റെ കാലത്ത് നിരവധി പണ്ഡിതന്മാരെ കൊല ചെയ്യുകയും നാട് കടത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ അല്ലാഹുവിൻ്റെ നിയന്ത്രണങ്ങളാണ് അതെല്ലാം. ഹാഫിസിൻ്റെ ദുർഭരണത്തിൻ്റെ കീഴിൽ ക്രൂരതയ്ക്ക് വിധേയരായി വധിക്കപ്പെട്ട നൂറുകണക്കിന് പണ്ഡിതന്മാർ, എന്നാൽ അക്കാലഘട്ടത്തിൽ നാടുവിട്ട പണ്ഡിതന്മാരാണ് പിന്നീട് ദീനിൻ്റെ പ്രബോധകരായി ലോകത്തിൻ്റെ പല ഭാഗത്തും ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിധത്തിൽ എത്തിച്ചേരുകയും അവിടെയെല്ലാം മസ്ജിദുകൾ സ്ഥാപിക്കുകയും മദ്രസകൾ ഉണ്ടാക്കുകയും ദീനി വിദ്യാഭ്യാസം നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഹാഫിസിൻ്റെ പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് അലവിയീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷിയ വിഭാഗത്തിൻ്റെ സപ്പോർട്ടോടുകൂടി അവർക്ക് വേണ്ടി ഭരിക്കുന്ന ആളാണ് ബഷാർ. എങ്കിലും ബഷാറിനെ തകർത്തിട്ട് അവിടെ വരാനുള്ളത് എന്താണ്? അതിനേക്കാളും വലിയ അരാജകത്വമാണ്. അതുകൊണ്ട് ഭരണകാര്യങ്ങളിലേക്ക് ചിന്തിക്കുകയല്ല നമുക്ക് വേണ്ടത്, ലഭ്യമായ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി മതം നിലനിർത്തുകയാണ് വേണ്ടത് എന്ന് മുഹമ്മദ് സഈദ് റമദാൻ ബൂത്തി അവർ പറയുകയുണ്ടായിരുന്നു. ഇന്ന് റഷ്യയുടെ ഇടപെടലാണ് ഒരു ഭാഗത്ത്, വേറെ ഒരു ഭാഗത്ത് തുർക്കിയുടെ പ്രൊട്ടക്ഷനാണ്. പല വിധത്തിലുമായി രാഷ്ട്രീയ ഭരണാധികാരികളുടെ പലതരത്തിലുള്ള താല്പര്യങ്ങളാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരിക. പലപ്പോഴും നാം മനസ്സിലാക്കുന്നതിൻ്റെ നാം ബാഹ്യമായി മനസ്സിലാക്കുന്ന ഒന്നുമായിരിക്കില്ല അതിൻ്റെ എല്ലാം പിന്നിലുള്ളത്. റഷ്യൻ ഭരണകൂടത്തിൻ്റെ കിരാതമായ അക്രമങ്ങൾക്ക് വിധേയമായി വലിയ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെ കൊല ചെയ്ത
അഫ്ഗാനിസ്ഥാനിൽ അവസാനം പിടിച്ചു നിൽക്കാൻ കഴിയാതെ അഫ്ഗാനിൽ നിന്ന് റഷ്യ പിൻവാങ്ങേണ്ടി വരികയും അഫ്ഗാനിന് സ്വാതന്ത്ര്യം കൊടുക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും റഷ്യ ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്ന് സിറിയയിൽ റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യകൾ. അവിടുത്തെ പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും വൃദ്ധന്മാരെയും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ബോംബിന് വിധേയരായിക്കൊണ്ട് അഗ്നിയിലാണ് അവർ മരിക്കുന്നത്. ബോംബെന്ന് പറയുമ്പോൾ, മിസൈൽ എന്ന് പറയുമ്പോൾ അത് തീനാളങ്ങളാണ്. നരകതുല്യമായ യാതനകളിലൂടെ ജീവൻ നഷ്ടപ്പെടുന്ന ആ മുസ്ലിം സഹോദരന്മാർക്ക് വേണ്ടി കണ്ണീരൊഴുക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അതുമാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാഹു അവർക്ക് ശാന്തി നൽകുമാറാവട്ടെ. കേരള മുസ്ലിം ജമാഅത്ത് എല്ലാ മസ്ജിദുകളിലും പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നാം അതിൻ്റെ ഭാഗമാണ്. നാം ഇനിയും പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരിക്കുക. ലോകത്ത് മുഅ്മിനീങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി, സിറിയയിലെ പാവപ്പെട്ട മുഅ്മിനീങ്ങളുടെ കഷ്ടതകൾക്ക്, ദുരിതങ്ങൾക്ക് ഒരു അറുതിയുണ്ടാകുമാറാവട്ടെ. പാവപ്പെട്ട കുട്ടികളുടെ, യതീമുകളുടെ, ഉമ്മമാരുടെ, വിധവകളുടെ കണ്ണീര് കാണാൻ ലോകത്തിന് സാധിക്കുന്നില്ല, സഹിക്കാൻ സാധിക്കുന്നില്ല. അതിനുമപ്പുറം അതിശക്തമായ, ക്രൂരമായ, വളരെ ഹീനമായ കൃത്യങ്ങൾക്കാണ് അവർ വിധേയരായിക്കൊണ്ടിരിക്കുന്നത്. റഹ്മാൻ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, മുഅ്മിനീങ്ങൾക്ക് നീ സമാധാനം നൽകണം അല്ലാഹ്. സിറിയയിൽ നീ സമാധാനം നൽകണം അല്ലാഹ്. ലോകത്തെ മറ്റ് മുസ്ലിം രാജ്യങ്ങളിലും നീ സമാധാനം നൽകണം അല്ലാഹ്. മുഅ്മിനീങ്ങൾ ലോകത്ത് എവിടെയുണ്ടെങ്കിലും അവർക്കെല്ലാം നീ ശാന്തിയും സമാധാനവും നൽകണം അല്ലാഹ്. ഏതെങ്കിലും വിധ്വംസക ചിന്താഗതിക്കാർ, നൂതനാശയക്കാർ വിശുദ്ധ ഖുർആനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട്, തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് വിപ്ലവമാണ് ഇസ്ലാം, ഭരണം പിടിച്ചെടുക്കലാണ് നമ്മുടെ ലക്ഷ്യം എന്നു പറഞ്ഞ് യുവതയെ വഴിതെറ്റിച്ചുകൊണ്ട് തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഭൂരിപക്ഷ സമുദായങ്ങളിൽ നിന്ന് പല രാജ്യങ്ങളിലും ന്യൂനപക്ഷ മുസ്ലിംകൾ ക്രൂരതകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് വിശുദ്ധ ഇസ്ലാമിനെ ഏതൊരു രൂപത്തിലാണ് അവിടെ കാണിച്ചു കൊടുക്കേണ്ടത് എന്ന മഹത്തായ മാതൃക നമ്മുടെ നേതാക്കൾ നമ്മെ കാണിച്ചു തന്നിട്ടുണ്ട്. ഖാജാ മുഈനുദ്ദീൻ ചിശ്തി ഉൾപ്പെടെയുള്ള ഖാജാ മുഈനുദ്ദീൻ ചിശ്തിയും ഖാജാ നിസാമുദ്ദീൻ ഔലിയായും ബാബാ ഫരീദ് ഗഞ്ച് ശക്കറും അതുപോലെയുള്ള സൂഫികളായ പണ്ഡിതന്മാർ, അവരാണ് ഇന്ത്യ രാജ്യത്ത് ദീൻ പ്രബോധനം ചെയ്തിട്ടുള്ളത്. ആ മഹത്തുക്കൾ അവർ കാണിച്ചു തന്നൊരു സിസ്റ്റമുണ്ട്, ഒരു സ്വഭാവമുണ്ട്, ഒരു സംസ്കാരമുണ്ട്. ഒരു ബഹുമതങ്ങൾ താമസിക്കുന്ന, ജീവിക്കുന്ന ഒരു രാജ്യത്ത് ഇസ്ലാം ഏത് രൂപത്തിലാണ് മുന്നോട്ട് പോകേണ്ടത്, എങ്ങനെയാണ് ഇസ്ലാമിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത്, ആ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാതെ വരൂ, ഇസ്ലാമിലേക്ക് കടന്നു വരൂ എന്ന തുറന്ന പ്രഖ്യാപനവുമായി, തുറന്ന സമീപനവുമായി ആധുനിക പ്രബോധക സംഘങ്ങൾ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളുടെ ഫലമായിട്ടാണ് ഇന്ന് യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹം ലോകത്ത് അനുഭവിക്കുന്ന, മുസ്ലിംകളെ തെറ്റിദ്ധരിക്കുകയും ഇസ്ലാം എന്ന് പറയുന്നത് തീവ്രവാദത്തിൻ്റെ പര്യായമാണ് എന്ന് മനസ്സിലാക്കപ്പെടുകയും ചെയ്യുന്നത് ഇത്തരം ആളുകളുടെ തെറ്റായ പ്രചരണങ്ങളുടെ കാരണം കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് മഹത്തുക്കളായ അഇമ്മത്തിൻ്റെ, സൂഫിവര്യന്മാരുടെ ആ പാതയെ പിൻപറ്റിക്കൊണ്ട് മതസൗഹാർദ്ദത്തിൻ്റെ ലോകത്ത് നിന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ അടയാളങ്ങൾക്ക് യാതൊരു കളങ്കവും വരാതെ, ഇസ്ലാമിക ജീവിതത്തിൻ്റെ യാതൊരു കുറവും വരുത്താതെ, യാതൊരു നിലക്കും കോംപ്രമൈസ് ചെയ്യാതെ ജീവിതത്തിൽ ഇസ്ലാം പൂർണ്ണമായും പുലർത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് ഇസ്ലാമിനെ കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് നാം ചെയ്യേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.